ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. എജുസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1,00,000 രൂപയിലധികം സാലറി ലഭിക്കാവുന്ന RRB അഥവാ റെയിൽവേയുടെ സ്റ്റാഫ് നഴ്സിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊരു നഴ്സ് ആണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നഴ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസും മറ്റ് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ചാനൽ വഴി അറിയാൻ സാധിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു എക്സാം ആണ് റെയിൽവേയുടെ സ്റ്റാഫ് നഴ്സ് എക്സാം. നമുക്ക് ലാസ്റ്റ് 2019-ലും അതിന് തൊട്ട് മുന്നേ 2014-ലുമാണ് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ച ഒരു വാക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കാണും. 678 വാക്കൻസീസ് ആണ് നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയില്ല. നോട്ടിഫിക്കേഷൻ വരുന്നത് തന്നെ പലരും അറിയാറില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അപ്ലൈ ചെയ്യാൻ പോലും മടിക്കുന്ന ഒരു പ്രവണതയാണ് കൂടുതലായി കണ്ടുവരുന്നത്. അതിന് കാരണം 70 മാർക്ക് നമ്മുടെ നഴ്സിംഗ് സബ്ജക്റ്റും ബാക്കി 30 മാർക്ക് നമ്മുടെ നോൺ നഴ്സിംഗ് സബ്ജക്റ്റും, അതായത് ജനറൽ നോളജുമാണ് നമുക്ക് ഈ എക്സാമിന് ചോദിച്ചു വരുന്നത്. ഈ 30 മാർക്കാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഈ 70 മാർക്കും 30 മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാമെന്നുള്ളതും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ, അതായത് എന്താണ് ഇതിന്റെ സിലബസ്, എങ്ങനെയാണ് ഇതിന്റെ പേ സ്കെയിൽ, എക്സാം ഡേറ്റ്, ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ളൊരു അവയർനെസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു വാക്കൻസി സ്റ്റാറ്റസ് അല്ലെങ്കിൽ വാക്കൻസി ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ഒരു ഓർഡറാണ് നിങ്ങളെ കാണുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഫോർ പാരാമെഡിക്കൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടാണ്. സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞിട്ടല്ല നോട്ടിഫിക്കേഷൻ വരുന്നത്, പോസ്റ്റ് ഫോർ പാരാമെഡിക്കൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ഒപ്റ്റോമെട്രി, ഡയാലിസിസ് ടെക്നീഷ്യൻ പോലുള്ള കോഴ്സുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, സ്റ്റാഫ് നഴ്സിന് ഏകദേശം, അതായത് നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് 678 വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് സോൺ വൈസ് ആണ്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ ഓരോ സോൺ ആയിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് സെൻട്രൽ സോൺ, ഈസ്റ്റ് സെൻട്രൽ, അതായത് നോർത്ത് തൊട്ട് സൗത്ത് വരെ ഓരോരോ സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് വരുന്നത് ഈ സദേൺ സോൺ ആണ്. അതായത് സൗത്ത് സദേൺ സോൺ ആണ്. നമുക്കിപ്പോ ഏറ്റവും അടുത്തായിട്ട് വരുന്നത് ഏതാ? ബാംഗ്ലൂരും ചെന്നൈയുമാണ്. ഓക്കെ, അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ഒരു PDF നമ്മുടെ എജുസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ആ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ ലിങ്ക് യൂസ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസും മറ്റ് ഡീറ്റെയിൽസും മറ്റ് ഇൻഫർമേഷൻസും നമ്മൾ ആ കമ്മ്യൂണിറ്റി വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു എക്സാമിന്, അതായത് RRB സ്റ്റാഫ് നഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാം. BSc നഴ്സിംഗ്, പിന്നെ ജനറൽ നഴ്സിംഗ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ളത് ഈ ഒരു ജോബിന്റെ ഈ ഒരു പോസ്റ്റിന്റെ ഒരു അട്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടാണ്, ജനറൽ നഴ്സിംഗിന് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏജ് ലിമിറ്റ് ആണ്. അപ്പൊ ഇതിൽ വരുന്ന ഒരു ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് ജനറൽ കാറ്റഗറീസിനാണ് ഈ 20 മുതൽ 40 വയസ്സ് വരെ. നമ്മുടെ കേരള PSC പോലെയല്ല. കേരള PSC 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ജനറലിനാണ്. മറ്റു OBC, SC, ST ക്കൊക്കെ വരുന്നത്, OBCക്ക് ആണെങ്കിൽ 43 ഇയേഴ്സ് പ്ലസ് 3 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിന് +5 ഇയേഴ്സ് കൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്.
ബാക്കി ഹാൻഡിക്കേപ്ഡ് അങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അവർക്ക് ഇനിയും ഏജ് ലിമിറ്റ് വരാനുണ്ട്. അപ്പൊ വിശദമായിട്ടുള്ള ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്നുള്ളതാണ്. നമുക്ക് ഓൺലൈൻ ടെസ്റ്റ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. ബാക്കി 100 ചോദ്യങ്ങൾ ഉണ്ടാവും. 90 മിനിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം. 100 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ സബ്ജക്ട് വരുന്നത് എന്താണ്? ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, പ്രൊഫഷണൽ എബിലിറ്റി, ജനറൽ അരിത്തമാറ്റിക്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 70 മാർക്ക് നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി, അതായത് നിങ്ങളുടെ നഴ്സിംഗ് സബ്ജക്റ്റും ബാക്കി 30 മാർക്ക് നോൺ നഴ്സിംഗ് സബ്ജക്റ്റുകളുമാണ്. അതായത് നമ്മുടെ മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് 1 മാർക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസറിനും 0.33, അതായത് 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിനും പോകും. നെക്സ്റ്റ് നമ്മുടെ എക്സാം സിലബസ് ആണ്. മാർക്ക് ഡിവിഷനും കൂടെ നോക്കാം. പ്രൊഫഷണൽ എബിലിറ്റി, അതായത് നിങ്ങളുടെ നഴ്സിംഗ് സബ്ജക്ട് 70 മാർക്കിനാണ്. ജനറൽ അവയർനെസ് 10 മാർക്കിന്, ജനറൽ അരിത്തമാറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 10 മാർക്ക്, ജനറൽ സയൻസ് 10 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ 70 മാർക്കും ബാക്കി 30 മാർക്കിന്റെ മാർക്ക് ഡിവിഷൻ പോകുന്നത്. ഓക്കെ, ഇനി വരും നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി ആണ്. പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നഴ്സിംഗ് സബ്ജക്റ്റുകളാണ്. നിങ്ങളുടെ കോളേജിൽ പഠിച്ച നഴ്സിംഗ് സബ്ജക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഒരു PSC പോലുള്ള എക്സാം അപ്പിയർ ചെയ്യുന്ന ആൾക്ക് ഈ ഒരു സബ്ജക്ട് ഡിവിഷനെ കുറിച്ച് ധാരണയുണ്ടാവും. എജ്യൂസ് അക്കാഡമിയിൽ തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു പോകുന്നത്. ബേസിക്സ് തൊട്ട് വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഈ ഒരു ഫീൽഡിൽ വളരെ അധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് എജ്യൂസ് അക്കാഡമിയിലെ ക്ലാസ്സുകൾ പോകുന്നത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും മറ്റെല്ലാ ടോപ്പിക്സുകളും ആനിമേഷൻ രൂപത്തിലാണ് ടീച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. നമുക്കൊരു ഡെമോ കണ്ടിട്ട് വരാം. ഓക്കെ, 3 കസ്പ്, 1 2 3 കസ്പ്, ട്രൈകസ്പിഡ്, ദെൻ ബൈകസ്പിഡ്. ഇതാ കണ്ടോ ഏതൊക്കെ തമ്മിലാണ്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ളത് ഏതാണ്? ബൈകസ്പിഡ്. ഫസ്റ്റ് കസ്പ്, സെക്കൻഡ് കസ്പ്. ഇവിടെ കണ്ടോ നോർമൽ ഫംഗ്ഷനിങ് ഓഫ് ദ ഹാർട്ട് എന്താ സംഭവിക്കുന്നത്? ഇൻഫീരിയർ വീനക്കാവയിൽ നിന്നും സുപ്പീരിയർ വീനക്കാവയിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ്, ദാറ്റ് ഈസ് ബ്ലൂ. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ ആരുണ്ട്? നമ്മുടെ സെമി ലൂണാർ വാൽവ്. ഏതൊക്കെയാണ്? അതും ഏതാണ്? ട്രൈകസ്പിഡ്. കണ്ടോ കസ്പുകൾ ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? നമ്മുടെ കാർഡിയാക് കൺട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ കസ്പുകൾ ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? മുകളിലോട്ട്, അപ്പർ പാർട്ടിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ഏതൊരു ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് അനിമേഷനും കാര്യങ്ങളിലും കൂടിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുക. നെക്സ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. ഇത് നമുക്ക് കാണുമ്പോഴറിയാം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ സെയിം ടൈം 10 മാർക്കിന് ഇതിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത് വലിച്ചു വാരിയിട്ട് പഠിച്ച് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 4 അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മാസമേ നമുക്ക് പഠിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നിന്നുകൊണ്ട് ഇത്രയും ടോപ്പിക്സ് നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ജനറൽ PSC രംഗത്ത് വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് എജ്യൂസ് അക്കാഡമിയിൽ ഈ ഒരു ഏരിയയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എടുത്താൽ മാത്രമേ നമുക്ക് മിനിമം ടൈമിൽ നിന്നുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് റീസണിങ് ആണ്. റീസണിങ്ങും സിമ്പിൾ ഇത്രയും ടോപ്പിക്സ് ഉണ്ടെങ്കിലും ഓരോ ടോപ്പിക്സും സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. അനലോഗീസ്, റിലേഷൻഷിപ്സ്, ആൽഫബറ്റിക്കൽ നമ്പർ സീരീസ്, സിലോഗിസം, കോഡിംഗ്, ഡീകോഡിംഗ്, ജംപ്ലിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, വെൻ ഡയഗ്രാം, എക്സെട്ര അങ്ങനത്തെ കുഞ്ഞു ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പൊ നല്ല രീതിയിലും ഇതും നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന നമുക്ക് മാക്സിമം മാർക്ക്, ഫുൾ മാർക്ക് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റീസണിങ് അകത്ത് ഫസ്റ്റ് നമ്മൾ അനലോഗീസ് എന്നൊരു ടോപ്പിക് ഉണ്ട്. അതൊന്ന് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം. കാരണം അത്രയും സിമ്പിൾ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനാണ് ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫൈൻഡ് ദ അനലോഗി. ഇങ്ങനെയായിരുന്നു ചോദിക്കുന്നത്. ഡോക്ടർ ഹോസ്പിറ്റൽ, ടീച്ചർ വാട്ട്. ഡോക്ടർ ഹോസ്പിറ്റൽ ആണെങ്കിൽ ടീച്ചർ എന്താണ്? നമുക്കിത് എന്താണ് കണ്ണുമൂട്ടി ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നതെങ്കിൽ ടീച്ചർ എങ്ങോട്ടായിരിക്കും?
ഒബ്വിയസ്ലി സ്കൂളിലോട്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളാണ് ഈ റീസണിങ്ങിനകത്തും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജനറൽ അരിത്തമാറ്റിക് ആണ്. നമുക്ക് ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ടോപ്പിക്സുകൾ തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. 666 ഇൻറ്റു 666, ഇതാണ് ചോദ്യം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാവുന്ന ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പക്ഷെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം സമയമെടുത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് മാത്തമാറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത് പല ആൾക്കാരും പല രീതിയിലായിരിക്കും. ചിലർ സെക്കൻഡുകൾ കൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യും, ചിലർക്ക് 3 മിനിറ്റ് 5 മിനിറ്റ് വരെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു എക്സാം എന്നല്ല ഏതൊരു എക്സാമിനായാലും, നമുക്ക് മുന്നിലുള്ളത് 100 ചോദ്യങ്ങളും തന്നിരിക്കുന്ന സമയം 90 മിനിറ്റ്സുമാണ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 1 മിനിറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് ഈ എല്ലാ ടോപ്പിക്സും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഓരോ എളുപ്പ വഴികളും കുറുക്ക് വഴികളും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, അതായത് മാത്തമാറ്റിക്കൽ, പ്രത്യേകിച്ച് എഡ്യൂസ് അക്കാഡമിയിൽ മാത്തമാറ്റിക്കൽ ഫീൽഡിൽ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് മാത്തമാറ്റിക്കൽ ഈ ഒരു മാത്സിന്റെ ഏരിയയും കൈകാര്യം ചെയ്യുന്നത്. നമുക്കൊരു ഡെമോ കണ്ടിട്ട് വരാം. ഓക്കെ, 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3 അപ് ടു 10 വരെയല്ല, ഏതുവരെ കാണത്തുള്ളൂ? 9 വരെ കാണത്തുള്ളൂ. അതിനുള്ള റീസൺ എന്താണ്? ആദ്യത്തെ 10 പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഏതാണ്? 0 കൂടെ ഉൾപ്പെടെ വരുമ്പോ ഏത് വരെ പറഞ്ഞാൽ മതി? 9 വരെ പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 10 ഹോൾ നമ്പേഴ്സ്, ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10 വരെ ഇല്ല, ഓർത്തോളണം, 10 വരെ ഇല്ല. ഏത് വരെ പറഞ്ഞാൽ മതി? 0, 1, 2 അപ് ടു ഏതുവരെ കാണും? 9 വരെ കാണത്തുള്ളൂ. ഓർമ്മിച്ചോളേ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 10 ഹോൾ നമ്പേഴ്സ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഹോൾ നമ്പേഴ്സിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദ്യം. എത്ര കിട്ടുമായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഏതൊരു നമ്പറിനെയും നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ആൻസർ എന്തേ വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. ഓർമ്മിച്ചോളേ. അപ്പോ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 10 എന്നല്ല, ഫസ്റ്റ് 25 എന്നല്ല, ഫസ്റ്റ് 50 എന്നല്ല, എത്ര വേണമെങ്കിലും ആദ്യത്തെ കുറെ ഹോൾ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തേ വരത്തുള്ളൂ? ആൻസർ 0 ആയിരിക്കും. 0 ആയിരിക്കും. ഇൻക്ലൂഡിങ് 0 കൂടെ ഉൾപ്പെടെ വരുമ്പോൾ ഏതുവരെ പറഞ്ഞാൽ മതി? 51 വരെ പറഞ്ഞാൽ മതി. ഇനി പറ 2 എന്നുള്ള ഡിജിറ്റ് എവിടെയൊക്കെ അപ്പിയർ ആവുമായിരിക്കും? അല്ലെ, 2-ൽ 2 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുമ്പോ എവിടെ കാണും? 12-ലുണ്ട് അല്ലെ, 12-ൽ 2 ഉണ്ട്. പിന്നെ ഇനി 52 പറയല്ലേ, 52 പറയണ്ട. നമുക്ക് ഏത് വരെ ഉള്ളൂ? നമുക്ക് 51 വരെ ഉള്ളൂ. ഇനി നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 2 എന്നുള്ള ഡിജിറ്റ് എത്ര തവണ അപ്പിയർ ആയെന്ന്? 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം, 6 പ്രാവശ്യം, 7, 8, 9, 10, 11, 12, 13, 14, 15. ടോട്ടൽ എത്ര ടൈം കാണപ്പെട്ടു? 15 ടൈംസ് 2 എന്നുള്ള ഡിജിറ്റ് കാണപ്പെട്ടു. ഓർമ്മിച്ചോളേ. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് 52 ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, 0 മുതൽ ഏത് വരെ പറഞ്ഞാൽ മതി? 51 വരെയുള്ള നമ്പേഴ്സ് പറഞ്ഞാൽ മതി. ഞാൻ ഒരു എക്സാമ്പിളിൽ കൂടെ അങ്ങ് പറയാം. വെറുതെ ഞാൻ ഡെഫിനിഷൻ ഒന്നും വായിച്ച് പറയാനില്ല, ഒരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് പറയാം. അപ്പൊ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എത്രയുള്ളൂ? ഈ 6ന്റെ ഫാക്ടേഴ്സ് നമ്മൾ പറയും. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6 അല്ലേ. അപ്പൊ ഒന്നും കൂടെ 6ന്റെ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു. 1, 2, 3, 6 ആണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. എത്ര കിട്ടും? 6 + 3 9, 9 + 2 11, 11 + 1 12 എന്ന് കിട്ടി. അപ്പൊ ഒന്നും കൂടെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ സെയിം നമ്പറിന്റെ തന്നെ ഡബിൾ വരെയാണെങ്കിൽ, ഇരട്ടി വരെയാണെങ്കിൽ, നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 എന്ന് പറയുന്നത്. 12 എന്ന് പറഞ്ഞാൽ ആരുടെ ഇരട്ടിയാണ്? 6ന്റെ ഇരട്ടിയാണ്. ഒന്നും കൂടെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ നമ്പറിന്റെ ഡബിൾ വരെയാണെങ്കിൽ, ഇരട്ടി വരെയാണെങ്കിൽ, അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്? പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. പക്ഷെ നമ്മുടെ ഡെഫിനിഷനിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, വേറൊരു ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവം? ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിൽ ആ സെയിം നമ്പർ ഒഴികെ, അല്ലെ 6ന്റെ ഫാക്ടേഴ്സ് പറയുമ്പോൾ 1, 2, 3 ഏതും കൂടെ ഇൻക്ലൂഡഡ് ആണ്, 6ഉം കൂടെ ഇൻക്ലൂഡഡ് ആണ്. ആ നമ്പർ ഒഴികെ ബാക്കി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, ബാക്കി ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ തന്നെ വരും. നോക്കി നോക്ക്, 3ഉം 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും.
ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ഡബിൾ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഡബിൾ കിട്ടണം, അല്ലെങ്കിൽ എന്ത് പറയാം, ആ സെയിം നമ്പർ ഒഴികെ, അല്ലെ സിക്സിന്റെ കഥ പറയുമ്പോൾ എന്താണ്, സിക്സ് ഒഴികെ, അല്ലെ എക്സെപ്റ്റ് ദാറ്റ്, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എക്സെപ്റ്റ് ദ നമ്പർ ഇറ്റ് സെൽഫ്, ആ നമ്പർ ഒഴികെ ബാക്കി ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അത്തരം നമ്പേഴ്സിനെ പറയുന്നതാണ് എന്ത്, പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. പെർഫെക്റ്റ് നമ്പർ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ആ നമ്പർ ഒഴികെ, അല്ലെ ആ പറയുന്ന നമ്പർ ഒഴികെ ബാക്കി ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ തന്നെ വരികയാണെങ്കിൽ അതെന്താണ്, അതൊരു പെർഫെക്റ്റ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 നമ്പേഴ്സ് നിങ്ങൾ ഓർത്ത് വെച്ചോളണേ. 6 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. ദെൻ 28 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. ദെൻ 496 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. 8128 എന്ന് പറയുന്നത് 8128 എന്ന് പറയുന്നതാണ് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. അപ്പൊ പെർഫെക്റ്റ് നമ്പേഴ്സ് ഓർത്തോളണം. ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ഏതൊക്കെയാ? 6, 28, 496, then 8128. ഇത്രയുമാണ് ദ പെർഫെക്റ്റ് നമ്പേഴ്സ്. വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 5 ഡിജിറ്റിലൊന്നുമില്ല, പിന്നെ 6 ഡിജിറ്റിലൊക്കെ ഉള്ളൂ. ഓർത്തോളണം. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ട നമ്പേഴ്സ് 6ഉം 28ഉം 496ഉം 8128. ഇത്രയും നമ്പേഴ്സ് ഓർത്തോളണേ. പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഒരു ഡിജിറ്റ് ഉള്ള എ പെർഫെക്റ്റ് നമ്പർ വിച്ച് ഓൺലി 1 ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് 6 ആണ്, അല്ലെ? ഒറ്റ ഡിജിറ്റ് ഉള്ള ഒരേ ഒരു പെർഫെക്റ്റ് നമ്പറേ ഉള്ളൂ, അത് ഇതാണ്, 6 ആണ്. ഇനി എ പെർഫെക്റ്റ് നമ്പർ വിത്ത് 2 ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ അത് ഇതാണ്, 28 ആണ്. എ പെർഫെക്റ്റ് നമ്പർ വിത്ത് 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അതും ഒന്നേ ഉള്ളൂ, അത് ഇതാണ്, 496 ആണ്. എ പെർഫെക്റ്റ് നമ്പർ വിത്ത് 4 ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ അത് 8128 ആണ്. ഓർത്തോളേ. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഒരു നമ്പറിനെ ആ നമ്പർ ഒഴികെ ബാക്കി ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സെയിം നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് നമ്പർ ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് 6, 28, then 496, then 8128. ഇത്രയും നമ്പേഴ്സ് ഒന്ന് ബൈ ഹാർട്ട് ആയിക്കോ, കുഴപ്പമില്ലല്ലോ. നമുക്ക് ആവശ്യം ഈ 5നെ പറ്റിയാണ്, അല്ലെ? ഈ 5ന്റെ പ്ലേസ് വാല്യൂ അതിന്റെ ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടെ, ഈ പറഞ്ഞിരിക്കുന്ന 5ന്റെ എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ പറ, 5ന്റെ പ്ലേസ് വാല്യൂ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ 5 × 1000 ചെയ്താൽ മതി, എത്രാന്ന് കിട്ടും? 5ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5000 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണോ? അപ്പൊ പ്ലേസ് വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ നമ്മളെ ഡിഫറൻസ് അല്ലേ? അപ്പോ 5ന്റെ ഫേസ് വാല്യൂ എന്ന് പറയാൻ പറഞ്ഞു, നമ്മുടെ ഫേസ് നമ്മുടേതല്ലാതാവില്ലല്ലോ. അപ്പൊ 5ന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. -5, അതിന്റെ ഡിഫറൻസ് 5000 - 5 നമുക്ക് പറയാം 4995 എന്ന് കിട്ടും. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5000 - 5 നമുക്ക് പറയാൻ പറ്റും. ഏതെന്ന് പറയാൻ പറ്റും? 4995 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജനറൽ സയൻസ് ആണ്. മാത്സ് പോലെ തന്നെയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ ബേസിക് ആയിട്ട് പഠിച്ച സയൻസ് ടോപ്പിക്സുകൾ തന്നെയാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഇൻ എവരിഡേ ലൈഫ്, എൻവയോൺമെന്റൽ സയൻസ്. അപ്പൊ ഇതും സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാവുന്ന ഏരിയാസ് ആണ്. ഓക്കെ, 30 മാർക്കിന് വരുന്ന ഈ മേഖലകൾ എഡ്യൂസ് അക്കാഡമി അതിവിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളായി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് ഞാനായിരിക്കും. എന്റെ പേര് ബോബി രാജസസ്. നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാമായിരിക്കാം. അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതുവരെ 28 PSC റാങ്ക് ലിസ്റ്റ് ക്രാക്ക് ചെയ്തു. 7 തവണ ഈ പറയുന്ന പോലെ തന്നെ ഗസ്റ്റഡ് റാങ്ക് പോസ്റ്റുകൾ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. സോ GK ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. സോ 2019 നടന്ന എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയിൽ ഞാൻ 3rd റാങ്ക് ആയിരുന്നു. 2 തവണ ഇന്റർവ്യൂ PSCയുടെ ടോപ്പർ ആയിട്ടുണ്ട്. സോ വിവിധ പരീക്ഷകൾ ക്രാക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി നയിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ റെഡിയാണ്. GK പാർട്ട് പഠിക്കാൻ പാരാമെഡിക്കൽസ് വിദ്യാർത്ഥികൾക്ക് ഒരു മടി പൊതുവെ ഉണ്ടെന്ന് പറയപ്പെടാറുണ്ട്. പക്ഷെ ആ മടിയൊക്കെ മാറ്റിവെച്ച് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ വളരെ രസകരമായി നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്ത് ചെയ്യപ്പെടും, ഹാൻഡിൽ ചെയ്യപ്പെടുന്നതായിരിക്കും. ക്ലാസ് എന്നോടൊപ്പം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ, സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാം അതിവിദഗ്ധരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാർട്ട് ചേംബേഴ്സിന്റെ എണ്ണം, എന്നിട്ട് എണ്ണം ഹാർട്ട് ചേംബേഴ്സിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇപ്പൊ മീനിന് എത്ര ഹാർട്ട് ഉണ്ട്? യെസ്, 2 ഹാർട്ട് ഉണ്ട്, അല്ലെ? മീനിന് എത്ര ഹാർട്ട് ഉണ്ടാ? മീനിന് ഹാർട്ടിന്റെ ചേംബേഴ്സിന്റെ എണ്ണം 2 ഉണ്ട്, അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. തവളയ്ക്കോ?
ചേംബേഴ്സിന്റെ എണ്ണം 3. ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം 3. മനുഷ്യന് എത്രയാ? 4. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം 4 അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ കരുതുന്നുണ്ടാവും, ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും, ഫീലപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു വിഷമവും വേണ്ട, നമുക്ക് ഇപ്പൊ റെഡിയാക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം അത് ഏത് ജീവികളുടെയും ആയിക്കോട്ടെ, അവരുടെ പേരിന്റെ അക്ഷരങ്ങളുടെ എണ്ണം വെച്ച് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം ഇത് നോക്കിയേ. മീൻ എന്ന് എഴുതുമ്പോഴോ മത്സ്യം എന്ന് എഴുതുമ്പോഴോ എത്ര അക്ഷരമുണ്ട് സുഹൃത്തുക്കളെ? 2 അക്ഷരമുണ്ട്. അപ്പൊ പറഞ്ഞ് ഫിഷ് അല്ലെങ്കിൽ മീനിന് എത്ര ഹാർട്ട് ചേംബേഴ്സ് ഉണ്ട്? 2 അല്ലെ? തവള എത്ര അക്ഷരം ഉണ്ടെന്ന് വേണ്ടി പറഞ്ഞേ? 3 അക്ഷരമുണ്ട്. ഹാർട്ട് ചേംബേഴ്സിന്റെ എണ്ണം 3. മനുഷ്യൻ നോക്കി, മനുഷ്യൻ അല്ലെ? 4 അക്ഷരമുണ്ട്. ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം 4. ക്ലിയർ അല്ലേ? അപ്പോ എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു സെൻസിലെ കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യാൻ ശ്രമിച്ചേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ, ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം എന്ത് വെച്ച് ഡീൽ ചെയ്യാം? പേരിന്റെ അക്ഷരങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുതല. പ്രത്യേകം ശ്രദ്ധിച്ചേ, മുതല. മുതലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുതല ഈ പറയുന്ന പോലെ ഒരു റെപ്റ്റൈൽ ആണെങ്കിലും, പ്രത്യേകം ശ്രദ്ധിച്ചോളെ, മുതല ഒരു റെപ്റ്റൈൽ ആണെങ്കിലും അതിന് ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം 4 ആണ്. ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം എത്രയാ? 4 ആണ്. അപ്പൊ അത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുതലെന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷിലാണ് പഠിച്ചിരിക്കുന്നത്. ക്രോക്കഡൈൽ എന്ന് മലയാളത്തിൽ എഴുതിയാൽ മതി. നോക്കിയേ, ക്രോക്കഡൈൽ, ക്രോക്കഡൈൽ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ക്രോക്കഡൈൽ, ക്രോക്കഡൈൽ. 1 2 3 4 ചേംബേഴ്സ് ഉണ്ട് മുതലേക്ക് അല്ലെ? അപ്പൊ ക്രോക്കഡൈലിന് എത്ര ചേംബേഴ്സ്? 4 ചേംബേഴ്സ്. ഹാർട്ടിന്റെ ചേംബേഴ്സിന്റെ എണ്ണം 4. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, മീനിന് ഞാൻ നേരത്തെ എത്ര ഹാർട്ട് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഒരിക്കൽ കൂടി ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഇതുപോലെ ഏത് ജീവിയുടെയും ഇങ്ങനെ അക്ഷരങ്ങളുടെ എണ്ണം വെച്ച് ഹാർട്ടിലെ ചേംബേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാം. ക്ലിയർ ആണ്? പക്ഷികളുടേത് ബേർഡ് എന്ന് എഴുതിയാൽ മതി. പക്ഷികളുടേത് ബേർഡ്, BIRD, ബേർഡ്. എത്രയാ ഹാർട്ടിലെ ചേംബേഴ്സിന്റെ എണ്ണം? 4. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇതുപോലെ ഒരുപാട് ട്രിക്കുകളിലൂടെ ആയിരിക്കും GK നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുക. ബയോളജിക്ക് ശേഷം നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലേക്കും ജസ്റ്റ് ഒന്ന് എത്തി നോക്കാം. എങ്ങനെയായിരിക്കും ആ ഏരിയയിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ആഗോളതലത്തിൽ പറയപ്പെടുന്ന ഒരു കോഡാണ് പെൻ RTC. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെൻ RTC. പെൻ എന്ന് പറയുന്നത് പ്രോട്ടോൺ, E എന്ന് പറയുന്നത് ഇലക്ട്രോൺ, ആൻഡ് N എന്ന് പറയുന്നത് ന്യൂട്രോൺ. എന്താ കണ്ടല്ലോ? പെൻ PEN. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. പെൻ RTC നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടെത്തിയ ആൾക്കാരുടെ പേരുകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതാണ്. Pക്ക് നേരെ താഴെ ഏത് ലെറ്റർ? R. അപ്പോ ആര്? റുദർഫോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, റുദർഫോർഡ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ. T for തോംസൺ. ആൻഡ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ചാഡ്വിക് ആണ്. CHADWICK, ചാഡ്വിക്. ഓക്കെ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോഡിലൂടെ എന്താണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ കഴിയും? പഠിക്കാൻ കഴിയും. ഓക്കെ അല്ലെ? സെറ്റ് ആണ്. ശരി, അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോവാണ്. നിരന്തരമായിട്ട് പാരാമെഡിക്കൽ എക്സാംസിന്, എസ്പെഷ്യലി റെയിൽവേയുടെ പാരാമെഡിക്കൽ എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയ എന്നുള്ളൊരു കോഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാനിത് കോഡുകൾ മാത്രമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയല്ല, ഒരിക്കലും അങ്ങനെ പഠിക്കുന്നതും ശരിയല്ല. പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്, ഫണ്ടമെന്റൽസ് അറിഞ്ഞ് പഠിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിൽ ഇത്തരം കോഡുകൾ നിങ്ങളെ സഹായിക്കും. സോ ഞാൻ എന്റെ പേര് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോബി എന്ന് പറഞ്ഞ്, എന്നെ ചിലര് ബോബൻ എന്ന് വിളിക്കാറുണ്ട്. ബോബൻ. അപ്പൊ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ബോഫൻ എന്ന് പറഞ്ഞൊരു കോഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ബോഫൻ. സോ ബോഫൻ നമുക്ക് നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. ഓക്കെ അല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ക്രസ്റ്റ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എർത്ത് ക്രസ്റ്റ്, ഭൂവൽക്കം. ഓക്കെ അല്ലേ? അതുപോലെ പ്രപഞ്ചം, യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ. അതുപോലെ അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന് അറ്റ്മോസ്ഫിയറിന് ഒരേ സ്പെല്ലിംഗ് തന്നെ. ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ മോസ്റ്റ് അബൻഡന്റ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വരുന്നത്. മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് എന്നതിന്റെ മലയാളമാണ് മൂലകം. എലമെന്റ് എന്നതിന്റെ മലയാളമാണ് മൂലകം. അതുപോലെ തന്നെ മെറ്റൽ എന്നതിന്റെ മലയാളമാണ് ലോഹം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, ലോഹം. ഓക്കെ അല്ലെ? സോ ഇത് എലമെന്റിന്റെ കോഡാണ്, മൂലകങ്ങളുടെ കോഡാണ്. എങ്ങനെ പഠിക്കാം? ബോഫൻ എന്ന് ഓർത്തിരിക്കുക.
ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു കൂടി ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ. ബോഫൻ എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പഠിക്കുക, ഇത് മെറ്റലിനുള്ള കോഡാണ്. മെറ്റൽ അല്ലെങ്കിൽ ലോഹം, മെറ്റൽ അല്ലെങ്കിൽ ലോഹം. അപ്പോ ബോബിയത്തിന്റെ ബാപ്പി എന്ന് ചിലർ വിളിക്കാറുണ്ട്. സോ എന്നിട്ട് പറയാറുണ്ട് എന്റെ തലയിൽ ഒന്നുമില്ല, നെറ്റ് ക്ലിയർ ആണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മെറ്റൽ അലുമിനിയം, പ്രപഞ്ചത്തിൽ ഏറ്റവും കാണപ്പെടുന്ന മെറ്റൽ അയൺ ആണ്, മൂണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ടൈറ്റാനിയം. ഓക്കെ അല്ലെ? നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ്. ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്, ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് അല്ലെങ്കിൽ സോറി മെറ്റൽ ഇൻ ദ യൂണിവേഴ്സ്, അതുപോലെ തന്നെ എർത്ത് ക്രസ്റ്റ്, അതുപോലെ തന്നെ ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ മൂൺ. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? ബോഫൻ, അതുപോലെ തന്നെ ബാപ്പി, എം ടി. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഈ എലമെന്റ് ആൻഡ് മെറ്റലിന്റെ അബണ്ടൻസിനെ കുറിച്ചുള്ള ചോദ്യം. ഓക്കെ അല്ലെ? യെസ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന മറ്റൊരു സാധനമാണ്, മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ. ഓൾറെഡി നിങ്ങൾ പെത്തോളജിയിൽ നിങ്ങൾ കാര്യമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഡിസീസ് ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി STDകളിൽ പെടുന്ന ഒരു രോഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് കൂടുതലായിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു ഡിസീസ് ആണ് സിഫിലിസും ഗൊണേറിയയും STDs നമ്മൾ പറയാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ. എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ അറിയുക, അതിനൊരു കോഡ് ഓർത്തിരിക്കുക. എയ്ഡ്സ് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും പിടിപെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ന്യൂസായി മാറാറുണ്ട് ഇല്ലേ? എയ്ഡ്സ് ആർക്കെങ്കിലും പിടിപെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ന്യൂസായി മാറാറുണ്ട് ഇല്ലേ? മാറാറുണ്ടെന്നോ ഇല്ലെന്നോ? തീർച്ചയായിട്ടും മാറാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ എയ്ഡ്സിന്റെ ടെസ്റ്റുകളെ ന്യൂസ് നമുക്ക് പഠിക്കാം. N ഫോർ നോവ ടെസ്റ്റ്, E ഫോർ എലീസ ടെസ്റ്റ്, W ഫോർ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആൻഡ് S ഫോർ SWOT ടെസ്റ്റ്. SWOT വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓർത്തിരിക്കുക. എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ സാധാരണയിൽ നോർമൽ മത്സര പരീക്ഷകൾ പോലും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പാരാമെഡിക്കൽ എക്സാംസിന് ഉറപ്പായിട്ട് ചോദിക്കാം ഇല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക. നല്ല പോയിന്റ് ആണ്, മറന്നു പോരുത്. സോ എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ കോഡ് എയ്ഡ്സ് ന്യൂസ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാലേ അതൊരു ന്യൂസ് ആണ്. നമ്മുടെ നാട്ടിൽ ആർക്കും എയ്ഡ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ന്യൂസ് ആണ് അല്ലേ? സോ എയ്ഡ്സിന്റെ രോഗനിർണയ ടെസ്റ്റുകൾ ഒരിക്കൽ കൂടി ന്യൂസ് എന്ന് പഠിക്കാം. N നോവ ടെസ്റ്റ്, E ഫോർ എലൈസ ടെസ്റ്റ്, W ഫോർ വെസ്റ്റേൺ ബ്ലോട്ട് ആൻഡ് S ഫോർ SWOT ടെസ്റ്റ്. ക്ലിയർ ആണ്? ഇത്രയും എടുത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. എലൈസയുടെ ഫുൾ ഫോം പോലും PS ചോദിക്കാറുണ്ട്. എന്തൊക്കെയായിരുന്നു എലൈസയുടെ ഫുൾ ഫോം? ആർക്കെങ്കിലും പറയാമോ അവിടെ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലൈസയുടെ ഫുൾ ഫോം എനിക്ക് കൂടി പറഞ്ഞേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ. അപ്പോ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പെത്തോളജിക്കകത്തുനിന്നും ടൈപ്പ് ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? പെത്തോളജിക്കകത്തുനിന്ന് ഒരു കോഡ് പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക. ഈ കോഡ്സ് ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. തീർച്ചയായിട്ടും എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, മറന്നു പോകരുത്. ശരി, അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേണമെങ്കിൽ പെത്തോളജി കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്രയും കണ്ടു അല്ലെ? അപ്പൊ ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇതുപോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ജോഗ്രഫി നിങ്ങൾക്കറിയില്ല, ജോഗ്രഫി ഒക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാരാമെഡിക്കൽസിന്റെ GK പാർട്ടിനകത്ത് അല്ലെ? സോ ജോഗ്രഫിയിൽ വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഈ ഉത്തരായന രേഖ. എന്ത് രേഖ? ഉത്തരായന രേഖ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അത് മറ്റൊന്നുമില്ലടാ, ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഞാൻ ജസ്റ്റ് ഭൂമി ഒന്ന് വരച്ചു. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും, അഥവാ ഇക്വേറ്റർ നമ്മൾ പറയും. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ പറയാറുണ്ട്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഗ്രീൻവിച്ച് മെറിഡിയൻ ലൈൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഭൂമി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരുന്നതാണ്. അത്തരത്തിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രമുഖ രേഖയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേ. യെസ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഈ രേഖ പ്രത്യേകം ശ്രദ്ധിച്ച ട്രോപ്പിക് ഓഫ് ക്യാൻസർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അഥവാ ഇക്വേറ്ററിന് ശേഷം ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രേഖയാണ്. ഇതെല്ലാം സാങ്കല്പിക രേഖകളാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ലൈൻ ആണ് ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെ കടന്നു പോകുന്നു? ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെ കടന്നു പോകുന്നു? അതിനൊരു കോഡായിട്ട് നമുക്ക് പഠിക്കാം. MT യും MGR ഉം JCB വാങ്ങി. MT യും MGR ഉം എന്ത് വാങ്ങി?
JCB വാങ്ങി, ഇടിച്ചു നിരത്താനായിട്ട് JCB വാങ്ങി എന്ന് ഓർത്തിരിക്കുക. MTU MGR JCB വാങ്ങി. മിസോറാം, കണ്ടല്ലോ, മിസോറാം കഴിഞ്ഞ് ത്രിപുര, അത് കഴിഞ്ഞ് നമുക്ക് മധ്യപ്രദേശ് പഠിക്കാം, ഗുജറാത്ത് പഠിക്കാം, രാജസ്ഥാൻ പഠിക്കാം, അത് കഴിഞ്ഞ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ വന്നേക്കാം. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓർഡർ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് ഒന്ന് ഓർത്തിരിക്കുക. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, മലയാളം ഉത്തരായന രേഖ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ മലയാളം ഉത്തരായന രേഖ കടന്നു പോകുന്ന ഏതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്, ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ഓർത്തിരിക്കുക. MTയും MGRും JCB വാങ്ങിയ സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ. ഗുജറാത്ത് 1, മധ്യപ്രദേശ് 2, ഛത്തീസ്ഗഡ് 3, ജാർഖണ്ഡ് 4, വെസ്റ്റ് ബംഗാൾ 5, ത്രിപുര 6, മിസോറാം 7 അല്ലെ. വളരെ പ്രധാനമാണ്. ഇതൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്, മറന്നുപോരുന്നത്. ഓക്കെ, ഇത്രയും സ്റ്റേറ്റുകൾ എങ്ങനെ ഓർത്തിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഡിലൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ശരി. ജോഗ്രഫിയിൽ നിങ്ങൾ അടുത്ത് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കോഡാണ്. ഞാൻ നേരത്തെ വരച്ച ഭൂമധ്യരേഖ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലെ. ആ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, ചോദിക്കാം. ആ രാജ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. CBI KSU കാരന്റെ ECG എടുത്തു. CBI KSU കാരന്റെ ECG എടുത്തു. ഓക്കെ അല്ലെ? ഒരിക്കൽ കൂടി, CBI KSU കാരന്റെ ECG എടുത്തു. എന്തുകൂടെ? ഇക്വേറ്റർ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കോഡാണ്, അല്ലെങ്കിൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന കോഡുകൾ. യെസ്. കൊളംബിയ, C for Colombia, B for Brazil, I for Indonesia. KSU Kenya, S for Somalia, U for Uganda. E for Ecuador, C for Congo and G for Gabon. ഇത്രയും രാജ്യങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? യെസ്, ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. അപ്പൊ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം? CBI. അപ്പൊ ഭൂമധ്യരേഖയെ അന്വേഷിച്ച് ആര് പോയി? CBI പോയെന്ന് എടുത്ത് പഠിക്കുക. ആ CBI പോയപ്പോ അവിടെ വെച്ച് കണ്ടുപിട്ടിയ KSU കാരന്റെ ECG എടുത്തു. ആൾക്ക് ഭൂമധ്യരേഖ കാണാനായിട്ട് പോകുന്ന സമയത്ത് ചെസ്റ്റ് പെയിൻ വന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ECG എടുത്തു എന്ന് ഓർത്തിരിക്കുക. CBI KSU കാരന്റെ ECG എടുത്തു. രാജ്യങ്ങൾ ഒരിക്കൽ കൂടി: C കൊളംബിയ, B ബ്രസീൽ, I ഇന്തോനേഷ്യ, K കെനിയ, S സൊമാലിയ, U യുഗാണ്ട, E ഇക്വഡോർ, C കോങ്കോ ആൻഡ് G ഗാബോൺ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റ് കോഡുകളും ഇതുപോലെ നമുക്ക് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു സെറ്റ് ഓഫ് കോഡാണ് വൈറസ് രോഗങ്ങൾ അല്ലെ. വൈറസ് രോഗങ്ങളുണ്ട്, ബാക്ടീരിയൽ രോഗങ്ങളുണ്ട്. നമുക്ക് വൈറസ് രോഗങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു കോഡായിട്ട് നമുക്ക് പഠിച്ചു കളയാം. വൈറസ് രോഗങ്ങൾ. യെസ്. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. ഓക്കെ അല്ലെ? വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. വൈറസ് രോഗങ്ങൾ. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. DYSP, D ഡെങ്കു, Y യെല്ലോ ഫീവർ, S സാഴ്സ്, P പോളിയോ. ജലദോഷം ഓൾറെഡി അറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ പേർക്ക് ബാധിക്കുന്ന രോഗമാണ് ജലദോഷം, ജലദോഷപ്പനിയൊക്കെ അല്ലെ. യെസ്, ഇൻഫ്ലുവൻസ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യെസ്. M മംസ്, A എയ്ഡ്സ്, C ചിക്കൻ പോക്സ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക H ഹെപ്പറ്റൈറ്റിസ്, E എബോള, M മീസൽസ്. വളരെ ഇമ്പോർട്ടന്റ് P പന്നിപ്പനി. അതുപോലെ തന്നെ ഓർത്തിരിക്കുക യെസ് I ഇൻഫ്ലുവൻസ, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ജപ്പാൻ ജ്വരം. ഇതൊക്കെ വൈറസ് രോഗങ്ങൾക്കുള്ള കോഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും അല്ലെ. ശരി. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാണ്. റെയിൽവേയുടെ പാരാമെഡിക്കൽസ് എക്സാംസിന് തന്നെ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാണ്. Dandiya is the traditional folk dance of. Dandiya is the traditional folk dance of. ഏത് സംസ്ഥാനത്തിന്റെ ഫോക്ക് ഡാൻസ് ആണ് ദാണ്ടിയ? നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഉത്തരം ഗുജറാത്ത് ആണ്. ഉത്തരം ഗുജറാത്ത് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഗുജറാത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ദാണ്ടിയ ഇസ് ദ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഓഫ് ഗുജറാത്ത്. അപ്പോ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ്, ആർട്സ് എന്ന് പറയുന്ന ഏരിയ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്ത് ഏരിയ? ആർട്സ്. ശ്രദ്ധിച്ചേ, ആർട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പണ്ട് മുതൽക്ക് എന്താണ് യൂസ് ചെയ്യാറുള്ള ഒരു ചെറിയ കോഡാണ്. GG MTA PBയിൽ വെച്ച് കണ്ടു. GG MTA PBയിൽ വെച്ച് കണ്ടു. GG MTA PBയിൽ വെച്ച് കണ്ടു. GG ഗർഭ ഗുജറാത്ത്. ഗർഭ ഗുജറാത്ത്. ഗർഭം വന്നാൽ ഡോക്ടറിന്റെ അടുത്ത് പോകും അല്ലെ. D ദാണ്ടിയ. അതും കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഗർഭ ഗുജറാത്ത് അല്ലെ.
ഗർഭമായി കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്ത് പോകും? ദാണ്ഡിയ അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോ ദാണ്ഡിയ അതുപോലെ ഗർഭ ഡാൻസ് ഫോംസ് എവിടെ? ഗുജറാത്ത്. ഇനി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖ ഡാൻസ് ഫോമാണ് തമാശ, മഹാതമാശ എന്ന് ഓർത്തിരിക്കുക, മഹാതമാശ അല്ലെ. പഞ്ചാബ്, പി എന്ന് പറയുന്ന പഞ്ചാബ്, ബി ഭാംഗ്ര, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭാംഗ്ര അല്ലെ. ഭാംഗ്ര നൃത്തം പഞ്ചാബിന്റേതാണ്. അപ്പോ ദാണ്ഡിയ ഇസ് ദ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഓഫ് ഗുജറാത്ത്. നമ്മൾ ആർട്സ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് നമ്മൾ ഇതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താ? GGMTA PBയിൽ വെച്ച് കണ്ടു, GGMTA PBയിൽ വെച്ച് കണ്ടു അല്ലെ. ഇനി എക്സ്പ്ലനേഷൻസ് വരേണ്ട ഏരിയയിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ് അടുത്തത്. ഇതും പാരാമെഡിക്കൽ എക്സാംസിന് ചോദിച്ച മറ്റൊരു പ്രീവിയസ് ആണ്. ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്സ്? ഹൈയസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്സ്, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഉത്തരം മധ്യപ്രദേശ് ആണ്. ഈ ക്വസ്റ്റന്റെ ഏറ്റവും വലിയ സവിശേഷത, ഇത്രയും നേരം ഞാൻ കോഡുകളിലൂടെ എങ്ങനെ GK പഠിക്കാമെന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കാര്യങ്ങൾ. അപ്പൊ കോഡ് മാത്രമേ കിട്ടുമോ എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എങ്ങനെയാണ് ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻസ് നടത്തപ്പെടുക എഡ്യൂസ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലൂടെ എന്നുള്ളതിനൊരു ഉദാഹരണത്തിനാണ് ഈ ചോദ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇപ്പോ നാഷണൽ പാർക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവയിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ നാഷണൽ പാർക്കിലാണോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണോ? എവിടെയായിരിക്കും? നാഷണൽ പാർക്കിലാണോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണോ? പെട്ടെന്ന് പറഞ്ഞേ. ടിക് 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 ടിക്. 3 സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എല്ലാവരുടെയും ഉത്തരം വൈൽഡ് ലൈഫ് സാങ്ച്വറി. തെറ്റാണ്. നാഷണൽ പാർക്കിലാണ് റെസ്ട്രിക്ഷൻ കൂടുതൽ. നിങ്ങളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം, പാർക്ക് ഉള്ളത് കൊണ്ട് അവിടെ മനുഷ്യൻ റെസ്ട്രിക്ഷൻസ് കുറവായിരിക്കും എന്ന് ചിന്തിച്ചു അല്ലെ. റെസ്ട്രിക്ഷൻ കൂടുതൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. തെറ്റാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് നാഷണൽ പാർക്ക്, എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി? നാഷണൽ പാർക്കുകൾ എന്ന് വെച്ചാൽ ദേശീയോദ്യാനം മലയാളം പറഞ്ഞു, വൈൽഡ് ലൈഫ് സാങ്ച്വറി വന്യജീവി സങ്കേതം. അപ്പൊ നിങ്ങൾ വന്യജീവി സങ്കേതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ല, ശെന്തുരുണി വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ചെങ്കുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി എന്നും പറയാറുണ്ട്, ചെങ്കുരുണി എന്നും പറയാറുണ്ട് അല്ലെ. കൊല്ലം ജില്ലയിലാണ് ഈ വന്യജീവി സങ്കേതം ഉള്ളത്. ഇപ്പൊ കേരളത്തിൽ തന്നെ വന്യജീവി സങ്കേതങ്ങൾ എടുത്തു പറയുന്നത് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഇവയൊക്കെ വന്യജീവി സങ്കേതങ്ങളാണ്. അതേസമയം തന്നെ കേരളത്തിൽ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇരവികുളം നാഷണൽ പാർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വളരെ ലളിതം. ജീവികളെ, അതായത് ഒരു ഫോറസ്റ്റ് ഏരിയക്കകത്ത് ഉൾപ്പെടുന്ന ജീവികളെ, പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു ക്രൈറ്റീരിയയും കൂടാതെ എല്ലാ ജീവജാലങ്ങളെയും, അതിനകത്തുള്ള സസ്യങ്ങളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ, ആ ഫോറസ്റ്റിലുള്ളവയെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ പേരാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. കേരളത്തിലെ എല്ലാ ഫോറസ്റ്റും പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയിൽ, അതായത് ഒരു ഫോറസ്റ്റിന്റെ ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ സസ്യങ്ങളും മൃഗങ്ങളും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി, മലയാളം വന്യജീവി സങ്കേതം. എന്നാൽ ഏതൊരു ജീവിയാണോ അതിന്റെ ആവാസ വ്യവസ്ഥയോടുകൂടി, ഏതൊരു ജീവിയാണോ അതിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹാബിറ്ററ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ത്? ഹാബിറ്ററ്റ്. അപ്പൊ ഏതൊരു ജീവിയാണോ അതിന്റെ ആവാസ വ്യവസ്ഥയോടുകൂടി, ഹാബിറ്ററ്റോടുകൂടി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, അവയുടെ പേരാണ് നാഷണൽ പാർക്ക്. ഉദാഹരണം പറഞ്ഞാൽ സൈലന്റ് വാലി. നിങ്ങൾക്കറിയാം സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ് ലയൺ ടെയിൽഡ് മക്കാക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങുകൾ എന്ന് പറയുന്ന ജീവികളുള്ളത്. ആ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈലന്റ് വാലിയിലെ ആ പറയുന്ന പ്രദേശം ആരുടെ ആവാസ വ്യവസ്ഥയോട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയോട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അതിന്റെ പേര് നാഷണൽ പാർക്ക്. മറ്റൊന്ന് ഇരവികുളം നാഷണൽ പാർക്ക്. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഇടുക്കി ജില്ലയിലെ ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്കിന്റെ സവിശേഷത, ഇരവികുളം പുൽമേടുകളാൽ സമ്പന്നമാണ്. ആ പുൽമേടുകളിൽ മാത്രമാണ് വരയാടുകൾ കാണപ്പെടുന്നത്. എന്ത് കാണപ്പെടുന്നത്? വരയാടുകൾ. അതുകൊണ്ട് തന്നെ ഇരവികുളത്തെ പുൽമേടുകളോടൊപ്പമാണ് വരയാടുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വരയാടുകൾക്ക് വേണ്ടി എന്തിനെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നു? പുൽമേടുകളെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ അതിന്റെ പേര് നാഷണൽ പാർക്ക്. അതായത് ഈ ജീവികൾക്കൊന്നും അവരുടേതായ ഈ പർട്ടിക്കുലർ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് ഉണ്ടാകില്ല. അപ്പൊ കൂടുതൽ ശ്രദ്ധ വേണ്ടത് നാഷണൽ പാർക്കിനല്ലേ. അതുകൊണ്ട് തന്നെ മനുഷ്യന് എൻട്രി റെസ്ട്രിക്ഷൻസ് കൂടുതലുള്ളത് നാഷണൽ പാർക്കുകളിലാണ്. അപ്പോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആയെന്ന് വിശ്വസിച്ചോട്ടെ. ഇതുപോലെ ആയിരിക്കും മുന്നോട്ടുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യപ്പെടുക. അപ്പൊ കോഡുകളിലൂടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നാലും ശരി, വലിയ കാര്യങ്ങളായിരുന്നാലും ശരി, നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും.
അപ്പോൾ നിങ്ങളുടെ ആദ്യ റാങ്കുകൾ ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ എജ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. പുതിയ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ 70 മാർക്കും 30 മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ടതുണ്ട്. നഴ്സിംഗ് സബ്ജക്ട് ആണെങ്കിലും നോൺ നഴ്സിംഗ് സബ്ജക്ട് ആണെങ്കിലും എജ്യൂസ് അക്കാഡമിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. രണ്ട് ഫീൽഡിലും എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ നേതൃത്വത്തിലാണ് വളരെ രസകരമായ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കുക. മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റാഫ് നഴ്സ് കോച്ചിങ്ങും DME സ്റ്റാഫ് നഴ്സ് കോച്ചിങ്ങും ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സുവർണ അവസരമാണ് എജ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു അട്രാക്റ്റീവ് ജോബ് അല്ലെങ്കിൽ ഒരു ഈ ഡ്രീം ജോബിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.